ഹലോ നമസ്കാരം. അങ്ങനെ നമ്മളിത് രാവിലെ ഒരു 2:30-3 മണിയായപ്പോഴേക്കും കൊച്ചി തോപ്പുംപടിയിൽ വന്നേക്കേണ്ട. ഇന്ന് നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സിൻ ബോട്ടിലാണ്. പേഴ്സിൻ ബോട്ടിൽ പോയിട്ട് നല്ല അടിപൊളി ഒരു കുടുക്കപിടുത്തം അല്ലെങ്കിൽ എന്താ കുടുതപിടുത്തം എന്ന് വേണമെങ്കിൽ പറയണ്ട, ട്യൂണ ഫിഷ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയായപ്പോഴേക്കും ബോട്ടിന്റെ കെട്ടഴിച്ച് നേരെ കടലിലേക്ക് പോവേണ്ട. കൊച്ചിന്ന് നമുക്ക് ചേറ്റുവ ആ ഒരു സൈഡിലായിട്ടാണ് പണി നടക്കുന്നത്. അപ്പൊ അത്രയും ദൂരം ഓടിപ്പോവാനുള്ളതിന്റെ പേരിൽ സാധാരണ പോണേലും നേരത്തെ നമ്മൾ ഇന്ന് വന്നേക്കേണ്ട. പേഴ്സിൻ ബോട്ടിന് വേറൊരു പേരും കൂടി ഉണ്ട്, ചാള ബോട്ട് എന്ന് പറയട്ടെ. ഏകദേശം 30-32 പണിക്കാരായിട്ടാണ് നമ്മൾ കടലിൽ ഈ ബോട്ടിൽ പണിക്ക് പോണത്. അപ്പൊ അതെ ഇപ്പൊ ഇവര് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ ലൈലാൻഡ് വള്ളങ്ങളിലൊക്കെ റോപ്പ് വെച്ചിട്ട് ആള് ചാടിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്തൊരു ചെറിയ ഡിങ്കി ഉണ്ട്. ആ ഡിങ്കി നമ്മുടെ ബോട്ടിന്റെ ബാക്കിൽ കെട്ടി വലിച്ചിട്ടാണ് നമ്മൾ നേരെ കടലിലേക്ക് പോണേട്ടാ. വള്ളത്തിൽ റോപ്പായിട്ട് ചാടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡിങ്കിയും അതുപോലെ തന്നെ റോപ്പ് എല്ലാം കൂടി കെട്ടഴിച്ച് വിടുകയാണ് ചെയ്യണേട്ടാ. അപ്പൊ ആ ഡിങ്കിനെ വലിച്ച് നേരെ നമ്മുടെ ബോട്ടിന്റെ ബാക്കിലേക്ക് ചേർത്ത് വെക്കണേ ഈ കാണുന്നത്. ഇതുപോലെ ഡിങ്കിനെ ബാക്കിൽ കെട്ടി വലിച്ചിട്ടാണ് നമ്മൾ പോണത്. വള്ളത്തിനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കിൽ ഒരു ചെറിയ കരിയർ വെള്ളം ഉണ്ടാവട്ടെ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൽ സ്റ്റോർ റൂം ഉള്ളതിന്റെ പേരിൽ നമുക്ക് കുറച്ച് ലോങ് ഒക്കെ പോയി പണിയെടുക്കാനായിട്ട് പറ്റും. വള്ളങ്ങൾക്ക് സ്റ്റോർ റൂം ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് കിട്ടുന്ന മീനപ്പ നേരെ കരയിലേക്ക് കൊണ്ടുവരേണ്ടി വരും കരിയർ വെള്ളത്തിൽ. അങ്ങനെ കൊച്ചിയിലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട. ഹാർബറിൽ നിന്ന് അഴിയെത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓടാനായിട്ടുണ്ട്. ഈ വഴി പോവാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണെങ്കിൽ പോലും രാവിലെ ആയ ഒരു ഫീൽ ആയിരിക്കുള്ളൂ. കാരണം നിറച്ച് വെട്ടൊരു കൊളുട്ട് എല്ലായിടത്തും. കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞപ്പോ കുര്യച്ചന്റെ നടയിൽ പ്രാർത്ഥിച്ചിട്ടാണ് നമുക്ക് കടലിലേക്ക് പോകുന്നത്. വീണ്ടും നമ്മൾ ഓടാനായിട്ട് തുടങ്ങിയിട്ട കടലിലേക്ക് ഇറങ്ങിയതും അപ്പൊ തന്നെ ചെറിയൊരു മഴ, അതായത് അഴി കടന്നപ്പോഴേക്കും ചെറിയൊരു മഴ അങ്ങോട്ട് പെയ്യാനായിട്ട് തുടങ്ങിയിട്ട. 30-32 പേരുള്ളതിന്റെ പേരിൽ എപ്പോഴും എല്ലാവർക്കും നമുക്ക് വീൽ ഹൗസിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. കൊച്ചിയിൽ ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് പിന്നെ ഇരുട്ടത്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേട്ടാ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോണ്ടല്ല നല്ല കവരാണ് കടലില്. അതായത് ബോട്ട് ഓടിപ്പോണ ആ ഒരു ഓളം അറിയുമ്പോണ്ടല്ല, നേരിട്ട് കാണുന്ന ആ ഒരു ഫീല് നമുക്ക് ഫോണിൽ കിട്ടണട്ടാ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അയിലക്കൂട്ടങ്ങൾ ഇതിന്റെ മുമ്പിൽ കൂടി ഇങ്ങനെ ഓടാനായിട്ട് തുടങ്ങി. മീനോടുമ്പോ ഇത് കാണാനായിട്ടല്ല പ്രത്യേക ഭംഗിയാണ്. പക്ഷെ അത് എത്ര ക്യാമറയിൽ എടുക്കാൻ നോക്കിയിട്ടും അത് നമുക്ക് കാണിക്കാൻ പറ്റണ്ടായില്ലട്ടാ. ബോട്ട് ഓടിപ്പോണതിന്റെ മുമ്പിൽ കൂടി മീൻ ഇങ്ങനെ ഓടിപ്പോവും. മയിലാണ് കൂടുതലും പോണ, അയില അതുപോലെ ചാളയൊക്കെ. കടല് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണല്ലേ. എന്തൊക്കെ തരം കാഴ്ചകളാണല്ലേ കാണുന്നത്. കുറെ നേരം കവര് കണ്ടിങ്ങനെ ഇരുന്ന് അതിനുശേഷം പിന്നെ ഇനി ഉറങ്ങാന്ന് വിചാരിച്ച് ഏകദേശം ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോ നമ്മ വലയിടുന്ന സ്ഥലത്ത് എത്തുള്ളൂ കേട്ടാ. ബോട്ടിന്റെ മരത്ത് നല്ല വിശാലമായ വല കിടക്കണതിന്റെ പേര് കുറച്ചു പേരുടെ ഉറക്കം ആ വലയുടെ മുകളിലായിരുന്നിട്ടാ. നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും വലിയ പ്രശ്നമില്ലാണ്ട് ഒരുറക്കം അങ്ങോട്ട് പാസ്സാക്കി. അതിനുശേഷം രാവിലത്തേക്കുള്ള ഫുഡ് ഇവിടെ റെഡിയാക്കേണ്ട. മുട്ടയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേണ്ട പുട്ട് നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഏകദേശം ഒരു 1/4 മണിക്കൂറും കൂടി നമുക്ക് ഓടാനായിട്ടുണ്ട്. സൂര്യനാണെങ്കിൽ കാണുന്നില്ല കേട്ടോ, നല്ലൊരു മഴക്കാര് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെട്ടം കാണുന്നുണ്ട്. അപ്പൊ ഈ ബോട്ടിലെ പണി പലർക്കും അറിയാൻ പറ്റില്ല. എന്താണ് ഈ ചാള ബോട്ടിലെ പണി? അതായത് നമ്മൾ സാധാരണ പോണ ബോട്ടുകളെ പോലെ വലയിട്ട് അടിയെന്ന് വലിച്ചു തന്നെ പണിയല്ല. കാഴ്ചയിൽ മീനൊക്കെ കണ്ടിട്ട്, അതായത് മീൻ കൂട്ടമായിട്ട് ഇങ്ങനെ വരുമ്പോ വെള്ളത്തിന്റെ മുകളിൽ ഒരു വ്യത്യാസം വരും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് ചെറുതാവാം വലുതാവാം. അപ്പൊ ഇതിനെ ഒരു വലയും കൊണ്ട് നമ്മൾ ഈ ബോട്ടിലുള്ള വലയും കൊണ്ട് ആ മീൻകൂട്ടത്തിനെ വല കറക്കി ആ മീൻകൂട്ടത്തിന്റെ വലയുടെ ഉള്ളിലാക്കും. വലയുടെ ഉള്ളിൽ മീനാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വല പയ്യെ വലിച്ച് ഏലോക്ക് ഇട്ടടിപ്പിച്ചതിന് ശേഷം നമ്മൾ മീനെ നേരെ കോരിയെടുക്കണേണ് നമ്മുടെ ഈ ഒരു സുറുക്കുമടി അല്ലെങ്കിൽ നമ്മുടെ ഈ ചാള ബോട്ട് വള്ളത്തിലേക്ക് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ വീഡിയോ മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഈ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ, അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്. ഇന്ന് വരാത്തവരുടെയും അതുപോലെ വന്നവരുടെയൊക്കെ ഇത് മാർക്ക് ചെയ്തിടണേണ് ഈ കാണുന്നത്. ഇവിടെ കണ്ട വലടിക്കണതിന് മുന്നേ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കേണ്ടപ്പ
രാവിലെ തന്നെ പുട്ടാണ്ട കഴിക്കാനായിട്ട്. ചോറല്ല, പുട്ട് നമ്മ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ മുട്ടക്കറിയാണ്, നല്ല ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് നല്ല സൂപ്പറാക്കി വെച്ചാണ് കിടിലം മുട്ടക്കറിയാണ്. പുട്ടും മുട്ടക്കറിയും കൂടി ഒരു പിടി പിടിക്കുക. വലടിച്ചിട്ടില്ല, വലടിക്കുമ്പോഴേക്കും നമുക്ക് മീൻ കിട്ടും. മീൻ കിട്ടി കഴിയുമ്പോൾ നല്ല അടിപൊളി മീനും ചോറൊക്കെ കൂട്ടി ഒരു കഴിക്കേണ്ട. അപ്പൊ ഈ വലടിക്കാൻ പോണ സ്ഥലത്തേക്ക് നമ്മൾ മാത്രമല്ല ഉള്ളത്, വേറെ ബോട്ടുകാരുണ്ട്, പിന്നെ അതുപോലെ വള്ളക്കാരുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ പേരുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെ ഈ ബോട്ടിന്റെ ബാക്കിലിരുന്ന് ഇതുപോലെ കടല് കണ്ട് ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടല്ലോ, എന്താ രസമെന്നറിയോ. ചെറിയ തണുത്ത കാറ്റും അതുപോലെ എന്താ പറയാ നല്ല ചൂടൻ മുട്ടക്കറിയും. പിന്നെ മീൻ കറിയാണെങ്കിൽ പറയേ വേണ്ട, അടിപൊളിയായനെ. പക്ഷെ മീൻ നമ്മ വലടിച്ചിട്ടില്ല, കിട്ടും. ഉച്ച കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല ചൂടൻ മീൻ കറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാം. അങ്ങനെ നമ്മുടെ അറക്കൽ ബോട്ടിലെ ചേട്ടന്മാര്, ബോട്ടിന്റെ പേര് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾ പലരുടെയും ജേഴ്സിയുടെ ബാക്കിൽ വായിച്ചിട്ടുണ്ടാവും. നമ്മുടെ ടിനുച്ചേട്ടന്റെ ഒക്കെ അറക്കൽ എന്ന് പറയുന്ന ബോട്ടിലാണ് നമ്മൾ വന്നേക്കണത്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് വല അടിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കേണ്ട. ഈ ബോട്ടില് ആര്യക്കാരന്റെ പേര് ഷാജി എന്ന് പറയുന്ന ചേട്ടനുണ്ട്. അതുപോലെ സ്രാങ്കിന്റെ പേര് ഷൈബു എന്ന് പറഞ്ഞു. ആര്യക്കാരന്റെ നിർദ്ദേശത്തിലാണ് സ്രാങ്ക് ബോട്ട് ഓടിച്ച് നമ്മുടെ മീനിനെ വളക്കണേട്ട. ആര്യക്കാരൻ മുന്നിലിരുന്ന് മീനെ നോക്കും. മീനെ നോക്കി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നേരെ സ്രാങ്കിന് നിർദ്ദേശം കൊടുക്കും. സ്രാങ്ക് അതനുസരിച്ച് ബോട്ട് വളച്ച് മീന ഒരു വലയുടെ ഉള്ളിലാക്കോട്ടെ. അതാണ് ഈ ഒരു പണിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്. ഇപ്പൊ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിനൊരു കളർ വ്യത്യാസം കണ്ട, ഒരു കറുത്ത കളർ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ കാണുന്നത് മീനാണ്ട. അപ്പൊ മീനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നേരെ വലടിക്കാനായിട്ട് പോണേണ്ട. അത് കാഴ്ചയിൽ കുറച്ചുള്ളൂ, പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ അടിയിലോട്ട് മീൻ ഉണ്ടാവട്ടെ. ഇതുപോലെ മുകളിൽ തന്നെ കളർ വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കി തരണത് അത് മീനാണെന്നുള്ളത്. ഓരോ മീനുകൾക്കും പല പല രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് മുകളിൽ വന്നത്. അപ്പൊ ഇതെന്ത് മീനാണെന്ന് അറിയില്ല. ഇവര് പറയണത് കുടുക്കേന്നാണ്, അതായത് കുടുതേന്നാണ് പറയണത്. അപ്പൊ എന്തായാലും നമുക്ക് വലടിച്ചിട്ട് ആ ഒരു കാഴ്ച ഒന്ന് കണ്ടിച്ചും വരാം. വല കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണണം. നമ്മൾ അഴിച്ച ഡിങ്കിയാണ് ഇതേ അവിടെ കാണുന്നത്. മീനാണ് അവിടെ ഒരു വെള്ളത്തിൽ വന്ന വ്യത്യാസം കണ്ട മീനാണ് ആ കാണുന്നത്. അപ്പൊ ഇതിനെ ചുറ്റിനും ഇങ്ങനെ വല അടിച്ച് ആ ഡിങ്കിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ റോപ്പ് മേടിക്കോട്ടെ. കണ്ട വല പോണ റോപ്പ് നോക്കി. ഈ വലയുടെ നീളം ഏകദേശം 600 ഭാഗോളം ഉണ്ടാവും. അതുപോലെ തന്നെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഭാഗം വീതി ഉണ്ടാവും. ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് പറയാം. ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു മാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഹൈറ്റ് ആണ്, ഏകദേശം ഒരു 6 അടിയോളം വരും. അപ്പൊ 50 ഭാഗം ആണ് ഇതിന്റെ മാക്സിമം വീതി എന്ന് വെച്ച് കഴിഞ്ഞാല്. അപ്പൊ ഇവിടത്തെ കടലിന്റെ ആഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 27 ഭാഗം വെള്ളം ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഈ വലടിച്ചതിൽ നമ്മൾ ഫുള്ള് വലയും നമ്മൾ കടലിലേക്ക് തട്ടിയിട്ടില്ല. കാരണം നമുക്കിപ്പോ ഒരു കണക്കുണ്ടാവും ഇത് എന്തോരം മീൻ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അതനുസരിച്ചുള്ള വല മാത്രമേ നമ്മൾ കടലിലേക്ക് വിട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ വല കറക്കി അടിച്ചത് ഡിങ്കിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഡിങ്കിന്ന് നമ്മൾ റോപ്പ് വാങ്ങും. ഇത് നോക്കി ചുറ്റിക്കറക്കി ഇങ്ങനെ അടിച്ചു വന്നേക്കണ ഒരു കാഴ്ചയുണ്ട് ഈ കണ്ട. ഇത്രയും നീളത്തിലാണ് നമ്മുടെ വല അടിച്ചേക്കണത്. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റോപ്പ് മട പിടിച്ചിങ്ങനെ കയറ്റും. മട കയറ്റുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കറക്കി അടിച്ചേക്കണ ഇത് പലരുടെയും ചിന്താഗതി ആയിരിക്കുള്ളൂ, ഇത് മീനടി കൂടെ പോവില്ലെന്ന്. ഒരിക്കലും പോവില്ല. ഈ വല അടിയിൽ മുട്ടിയായിരിക്കുള്ളൂ നിൽക്കണത്, അതായത് കടലിന്റെ അടിത്തട്ടിൽ മുട്ടിയായിരിക്കുള്ളൂ നിൽക്കണത്. ഇനി അറ്റത്തുനിന്ന് ഇങ്ങനെ റോപ്പ് വലിച്ചു കയറ്റുന്നതനുസരിച്ച് വലന അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുവരും. അതനുസരിച്ച് മീൻ എടുത്തെടുത്ത് തരും. കണ്ട ആ കണ്ണ് മീനാണ്ട. ചെറിയൊരു തരി പോലെ ഇങ്ങനെ മുകളില് വന്ന വ്യത്യാസം കണ്ട കടലിന്റെ മുകളില്, അത് മീനാണ്. നമ്മുടെ കുടുതേന്ന് പറയും, ട്യൂണ, ചൂര, അങ്ങനെ പല പല പേരുണ്ട്.
ഈ ബോട്ടിൽ 2 പൊന്തുണ്ട്, അതും ഇറക്കി കൊടുക്കേണ്ട. പൊന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തെർമോക്കോളിന്റെ പീസ് കൊണ്ട് ഉണ്ടാക്കിയാണ് ഒരു തരം ചെറിയൊരു ബോട്ട് പോലത്തെ സംഭവമാണ്. ഇത് ഇറക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിങ് കയറി കഴിയുമ്പോൾ നമ്മൾ പുരം പിടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലന എളുപ്പത്തിൽ വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂർ കൊണ്ട് കയറേണ്ട വലയാണെന്നുണ്ടെങ്കിൽ പുരം പിടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് കയറി കിട്ടോട്ടെ. വന്നെല്ലാവർക്കും വലടിക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം മീൻ എവിടെ കാണുന്നു അവരാദ്യം അടിക്കും. ചില സ്ഥലങ്ങളിൽ മീൻ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വെറുതെ അത്രയും വല നമ്മൾ വലിച്ചു കയറ്റേണ്ട, ഒരു മീൻ ഉണ്ടാവുകയുമില്ല. അപ്പൊ ഇഷ്ടംപോലെ വള്ളക്കാരും അതുപോലെ ചുറ്റിനും കുറെ ബോട്ടുകാരൊക്കെ കിടക്കുന്നുണ്ട്. വയർലെസ്സിൽ സംസാരിക്കണ കാര്യങ്ങൾ ആര്യക്കാരന് കേൾക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പീക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മ വയർലെസ്സിൽ കേൾക്കണ കാര്യങ്ങൾ ഇവിടെയും കേൾക്കാൻ പറ്റും. അപ്പൊ റോപ്പെല്ലാം ഏകദേശം കയറി കഴിഞ്ഞിട്ടാ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് വല പിടിച്ചെടുക്കലാണ്. അപ്പൊ ഈ വല പിടിക്കുമ്പോ നമ്മൾ പ്രത്യേകം ഒരു ഏലോക്ക് ഇട്ടിട്ടാണ് പിടിച്ചു കയറ്റുന്നത്. കാരണം ഇത്രയും വല നമ്മ കൈക്ക് വേണം പിടിച്ചു കയറ്റാനായിട്ട്. അപ്പൊ ഈ ചാളബോട്ടിലും അതുപോലെ വള്ളത്തിലൊക്കെ ഇത്രയും ആളുകളായിട്ട് പോണതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വല പിടിക്കാനായിട്ടാണ് മെയിനായിട്ട്. ഏലം വിളിയോടെ നമ്മൾ വല പിടിക്കാനായിട്ട് ആരംഭിച്ചിട്ടാ. ഈ പാട്ട് കേൾക്കുമ്പോ നമ്മ അറിയാണ്ട് നമ്മളും എല്ലാന്ന് നമ്മളും പറഞ്ഞു പോട്ടാ. അത്രക്ക് പവറാണ് അവരുടെ ആ ഒരു പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. വലയിൽ കുത്തിരുന്നതേ മീൻ വന്നു തുടങ്ങിയിട്ടാ. കുടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം എന്ത് മീനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് കുടുതയെന്ന് പറയണത്. കണ്ട നല്ല കിടിലൻ ചൂര. എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരെണ്ണം 2 കിലോ 3 കിലോ ഒക്കെ സൈസ് ഉള്ളതാണ്ട വന്നത്. കണ്ട നല്ല പെടക്കണ ചൂരയാണ് വന്നോണ്ടിരിക്കണം. നോക്കി അങ്ങനെ വലതേ പയ്യെ അടുത്ത് വരുന്നുണ്ട്. ഈ മീനിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ ഐലൻ ചാളയും പോലെ ഒന്നുമല്ല. ഇത് പെട്ടെന്ന് ചത്തു പോണൊരു മീനാണ്. അപ്പൊ ഇവന്മാര് ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വലയിലായിരിക്കും കിടക്കണം. ഒരു 10-50 മീനോളം വലയിൽ ചത്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വല പൊക്കിക്കയറ്റാനായിട്ട് പറ്റൂല. കാരണം വല അടിയിലേക്ക് ഓടാം. അത്രക്ക് വെയിറ്റ് ആയിരിക്കുള്ളൂ. കാരണം എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മീൻ 2 കിലോ 3 കിലോളം സൈസ് വരുന്നുണ്ട്. അപ്പൊ ഈ മീൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇത് വലയിൽ കുത്തിയിരുന്ന് ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോ തന്നെ നേരെ ബോക്സിലേക്കാക്കി മാറ്റിയാണ് ചെയ്യണത്. പിന്നെ അവസാനം വല അടുപ്പിച്ച് കഴിയുമ്പോ എന്തോരം നമ്മുടെ വലയിൽ ഉണ്ടാവും അത് നേരെ മാല് വെച്ച് കോരിയെടുക്കേണ്ട ചെയ്യണത്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമുക്ക് വലടിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം കാറ്റായതിന്റെ പേരിൽ വലടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പ്രാവശ്യം വലടിച്ചിട്ട് നമ്മുടെ കുടുക്കാന്ന് ഇവര് പറയും. കുടുക അതേ വലയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് രക്ഷപ്പെടാൻ പറ്റാണ്ട്. വലിപ്പം കയറോട്ടെ മൊത്തം കയറി കഴിയും. അപ്പൊ നമുക്ക് കാണാം കോരി എടുക്കുമ്പോ ഇത്രയും കയറാണ്ട്. ഇനി വല എടുക്കുമ്പോഴേക്കും കോരി എടുക്കാനായിട്ടുള്ള മീൻ ഉണ്ടാവുമെന്ന് തോന്നണില്ല. കാരണം ഒട്ടുമിക്ക മീനുകളും നമ്മുടെ വലയിൽ കുത്തിരുന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കേണ്ട. കണ്ട
ഓരോ ബോക്സിലേക്കാക്കി ഇവർ പൊക്കി തന്നെ മീൻ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യണേണ്ട. അപ്പൊ ഇതാണ് ഈ ബോട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ റൂം ഉള്ളതിന്റെ പേരിൽ നേരെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ. എന്നാല മീൻ ചീത്താവുന്നുള്ള പേടി വേണ്ട. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ബോട്ട് അവിടെ കരയിലുണ്ടാവും, കച്ചവടവും കഴിയോട്ടില്ല. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോയി രക്ഷപ്പെടുമെന്ന് അറിയാണ്ട് കുറെ കുടുതക്കുട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടട്ട. അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം വല അടുക്കണനുസരിച്ച് ഇവന്മാർക്ക് എങ്ങോട്ടും ഓടാനായിട്ടോ രക്ഷപ്പെടാനായിട്ടുള്ള വഴിയില്ലാത്തതിന്റെ പേരിൽ ചുറ്റും കിടന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണേ ഈ കാണുന്നത്. ബിനു ചേട്ടൻ നേരെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് കൈയിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ പായണം എന്ന് പറയുന്നത്. അതായത് മീനെ പേടിപ്പിച്ച് ഓടിക്കണേണ്ട. പണ്ട് കാലങ്ങളിൽ നമ്മ ആള് പായുകയും ചെയ്യും. പിന്നീട് ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് നമ്മ ഈ വാണം കത്തിച്ച് നേരെ വെള്ളത്തിലേക്ക് ഇടുന്നത്. അതായത് പണ്ട് നമ്മ ഈ റോക്കറ്റ് കല്ലും കെട്ടിയിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇടും. ഇതുപോലെ വലടിച്ച് കഴിയുമ്പോൾ അങ്ങനെ അടിച്ചു കഴിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കഴിയുമ്പോൾ ഈ ചാളയൊക്കെ ഇങ്ങനെ പുതക്കണ കാണാനായിട്ട് നല്ല രസമാണ്. ചാളനെയൊക്കെ പുതപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ, അതായത് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വാണത്തിനകത്ത് കല്ലും കെട്ടി നേരെ വെള്ളത്തിലേക്ക് ഇടുന്നത്. ഇപ്പൊ ആ പരിപാടി ഒന്നും ഇട്ടോ, അതെല്ലാം നിരോധിച്ചു കളഞ്ഞിട്ടാ. പിന്നെ പണ്ട് നമ്മ കടലിലെ ആഴം നോക്കിയിരുന്നത് ചരടിൽ കല്ല് കെട്ടിയിട്ടാണ് ആഴം നോക്കിയിരുന്നത്. പെക്കോ സൗണ്ടറായി കാര്യങ്ങളായി. വെള്ള കളറിൽ ഇങ്ങനെ തിളങ്ങി കാണണ്ട വെള്ളത്തില്. അത് കംപ്ലീറ്റ് മീനാണ്ട. നമ്മുടെ ഈ കുടുക്കാന്ന് പറയുന്ന മീനാണ് കംപ്ലീറ്റ്. വേറെ മീനുകളൊന്നും നമുക്ക് അങ്ങനെ വ്യത്യസ്തമായിട്ട് കിട്ടിയിട്ടില്ലട്ടാ. ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫുള്ള് കുടുക്കയാണ്. ഇനിയിപ്പൊ മാലില് വല എടുത്ത് കഴിയുമ്പോ പൊക്കി കയറ്റി കഴിയുമ്പോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവട്ടെ. വല അടുക്കും തോറും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മീനിന്റെ ലഭ്യതയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇഷ്ടംപോലെ മീനുകൾ ഇങ്ങനെ ഒന്നില്ലാണ്ട് ഓടാൻ പറ്റാണ്ട് നേരെ വലയിൽ പോയി കുടുങ്ങിയ മാതിരി ചത്തു പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുടുങ്ങിയ മീനുകൾ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ വല പൊക്കി കയറ്റാനായിട്ട് നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പൊ രണ്ട് പൊന്തും അതിനകത്ത് 4 പേര് നിന്ന് ചറവറയെന്നും പറഞ്ഞാണ് നേരെ മീനെ കോരി നേരെ ബോക്സിലേക്ക് ആക്കിയിട്ട് നേരെ പൊക്കി കയറ്റുന്നേട്ടാ. കുറച്ച് പേര് വലയിന്ന് മീൻ തട്ടി നേരെ ബോട്ടിലേക്ക് കയറ്റുമ്പോ ഇവിടെ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കണേണ്ട. നല്ല സ്റ്റോറിൽ തണുത്ത് വറച്ച് നമ്മുടെ മീൻ കിടന്നോളും. സ്റ്റോർ റൂമിലെ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാട്ടാ. അപ്പൊ ഇന്ന് നമുക്ക് ഇറക്കിയെടുത്തേക്കണം. ഇത്രയും ചൂര കിട്ടുമ്പോ പിന്നെ നമ്മ ചൂര അല്ലാണ്ട് വേറെ എന്തെടുക്കും. ഇവിടെ ചേട്ടൻ ഇവിടെ നല്ല കിടലിനായിട്ട് മീൻ വെട്ടിക്കൊണ്ടിരിക്കണേണ്ട. അപ്പൊ അതേ മാല് വെച്ച് കോരണത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ബോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ പൊന്തി വന്നിങ്ങനെ കണ്ട പയ്യെ അവിടെ മാല് വെച്ച് കോരിയെടുക്കണ നീ കാണേണ്ട. നമ്മുടെ ബോട്ടിലുണ്ട് അതുപോലെ. നമുക്ക് പക്ഷെ അത്രയും അളവിൽ മാല് വെച്ച് കോരാനായിട്ടുള്ള മീൻ ഉണ്ടായില്ല. കാരണം ഒട്ടുമിക്ക മീനുകളെല്ലാരും വലയിൽ കുത്തിരുന്ന് പോകുന്നു. അപ്പൊ എന്തായാലും മാല് വെച്ച് കോരണ ഒരു കാഴ്ച നമുക്കൊന്ന് കണ്ടിട്ടുണ്ടല്ലോ. എങ്ങനെ പോയാലും 1 മണിക്കൂറിന് മേളിൽ സമയം എടുത്തിട്ടുണ്ട് നമ്മൾ വല പിടിച്ച് കയറ്റാനായിട്ട്. അങ്ങനെ വല പിടിച്ച് ഏകദേശം ഒരു 90% കയറി കഴിഞ്ഞപ്പോ മീനുകൾ അവിടെ കിടന്ന് തിളങ്ങുന്നുണ്ട്. അതുങ്ങൾക്ക് എങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റാണ്ട് വലയിൽ തന്നെ അങ്ങോട്ടും കുത്തി കുറെയൊക്കെ ചത്തു പോയിട്ടുണ്ട്. അപ്പൊ അതെ മാല് വെച്ച് കോരിയെടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത്.
ഇത് നോക്കിയ സ്റ്റോർ റൂമിന്റെ ഇവിടത്തെ കള്ളിയിൽ വല വെച്ച് കൊടുത്തേനുണ്ട. ഇത് നമ്മ ഈ പൊട്ടിച്ചിടണ മൂഡ് റോപ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നേരെ മീനെല്ലാം ആ വലയെ കൂടി സ്റ്റോർ റൂമിന്റെ ഉള്ളിലേക്കാണ്ട പോണത്. അത് മാത്രമല്ല, നമ്മ വലയിൽ കുടുങ്ങി വന്ന മീൻ, അതായത് ബോക്സിലേക്ക് എടുത്ത് മാറ്റിയത് മാത്രം ഏകദേശം ഒരു 40-50 ബോക്സോളം നമ്മ സ്റ്റോറിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇതൊരു 3 മാലിന് കോരാനായിട്ടുള്ള മീൻ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനി എന്തായാലും സ്റ്റോറി എന്നുള്ള ഒരു കാഴ്ചയും കൂടി നമുക്ക് കാണണമല്ലോ. അതിനു മുമ്പ് ഒരു 2 മാലും കൂടി ഉണ്ട്, അതും കൂടി കണ്ടിട്ടും വരട്ടെ. അതേ ബിനുചേട്ടന്റെ കയ്യിലിരിക്കണ് കണ്ണാടി വറ്റയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്ലാത്തി ഉണ്ട്, പിന്നെ മാച്ചാനും കുറച്ചുണ്ട്, പിന്നെ മൊരൽ എന്ന് പറയുന്ന മീനുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സ്ഡ് ആണ്ട. ഇത് നമുക്ക് കയറി കഴിയുമ്പോ കാണാൻ പറ്റുള്ളൂ ബാക്കി എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. പേഴ്സിൻ ബോട്ടിലെ സ്റ്റോർ റൂം ആണ്ടി കാണുന്നത് നമ്മുടെ ഫിഷിംഗ് ബോട്ടിലെ പോലെയല്ല, വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പൊ അതേ മീനുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വീണ് കിടക്കണുണ്ട്. നമ്മുടെ ഐസ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ മുകളിൽ. ഇതേ കണ്ണാടി വറ്റയാണ് കാണുന്നത്. അപ്പൊ അടുത്തൊരു മാലും കൂടി ഉണ്ട്, അത് പൊട്ടിച്ച് കഴിയുമ്പോൾ മീൻ വീണ് കാണാനായിട്ട് നല്ല രസമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ ചൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെണ്ട കൊട്ടണ പോലെ ഇങ്ങനെ കിടന്ന് പെടപെടയെന്നും പറഞ്ഞ് ഇങ്ങനെ പെടച്ചോണ്ടിരിക്കുമാര്. അവസാനത്തെ മാലതയെ പൊട്ടിച്ചിടണേണ്ടി കണ്ട അടിയിലത്തെ ആ മൂഡ് റോപ്പ് ഇങ്ങനെ വലിച്ചു കഴിയുമ്പോ ആ ലോക്ക് അങ്ങോട്ട് പൊട്ടും. അങ്ങനെയാണ് മീൻ നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് നേരെ വന്നേട്ടാ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ മീനുകളെല്ലാം ഐസയിലാണ്. സമയം ഇപ്പം ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടാവും. നമ്മളവിടെ ഓടിയെത്തുമ്പോൾ എങ്ങനെ പോയാലും 8 മണിയോളം ആവട്ടെ. അപ്പൊ അത്ര നേരം ഈ മീൻ ചീത്താവാതിരിക്കണമല്ലോ. അപ്പൊ സ്റ്റോർ റൂമിലേക്ക് ഇട്ടിട്ട് നേരെ ഐസ് ചെയ്യണേണ്ട. അപ്പൊ ഐസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത വലടിക്കാനായിട്ട് ഓടും, മീൻ കാണുകയാണെങ്കിൽ. അപ്പൊ അതെ കിട്ടിയ മീനുകൾ നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ കുടുത മീനെ വെട്ടി പീസാക്കി അത്യാവശ്യം നല്ല വലിയ കഷ്ണങ്ങളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് മീൻ കറിക്ക് വേണ്ടി റെഡിയാക്കാനായിട്ട്. അടുത്ത സ്ഥലത്തേക്ക് സ്രാങ്ക് ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കേണ്ട. മീൻ വെട്ടിക്കഴിയുമ്പോഴേക്കും ഇവിടെ സവാളയും മസാലയും അങ്ങനെ ഓരോന്ന് മീൻ കറിക്ക് വേണ്ടതെല്ലാം ഓരോരുത്തരോടെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവട്ടെ. നേരെ മീൻ വെട്ടിക്കൊണ്ടുവന്നാൽ നേരെ കറിയിലേക്ക് ഇടേണ്ട ഒരു താമസം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അതേ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് മീൻ അതിന്റെ പേരിൽ ഇതിന്റെ ടേസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി കേട്ടോ.
നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അത് മാത്രമല്ല അല്പം നെയ്യുള്ള മീനും കൂടിയാണ് ഇപ്പൊ കിട്ടുന്ന കുടുതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേ തലയും വാലും നടുക്കഷ്ണവും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇനി അത് വെന്ത് തന്നെ വരുമെന്ന് കാത്തിരിക്കാൻ നേരെ നമുക്ക് ഭക്ഷണം കഴിക്കാട്ടെ. എന്നിട്ട് മീൻ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും പാത്രവും എടുത്തിട്ട് അടുക്കള ഭാഗത്തേക്ക് എത്തിയിട്ടില്ലായിരുന്നു. ചോറ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എന്തോരം വേണമെങ്കിൽ കൊടുക്കാം. മീൻ ഒരളവുണ്ട്, എല്ലാവർക്കും ഓരോ കണക്കുണ്ടാവും, എന്നാലേ എല്ലാവർക്കും എത്തുള്ളൂ. അപ്പം അതും അളവിനനുസരിച്ച് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് പറഞ്ഞ് ചെറുത് കുറച്ചൊന്നും അല്ലട്ടോ നമുക്ക് കിട്ടുന്നത്. ആവശ്യത്തിലധികം നമുക്ക് കഴിക്കാനായിട്ടുള്ള മീൻകറി ഉണ്ട്. നമ്മുടെ ബോട്ടിലെ സ്രാങ്കാണ്ട സ്രാങ്കത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന. അതുപോലെ എല്ലാവരും പുറത്തും അമരത്തും അണിയത്തൊക്കെ ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് മീൻകറിയും ചോറും ഞാനും കൊടുത്തിട്ട നല്ല തൊണ്ണം പോലെ ഇരിക്കണ 3 കഷ്ണങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇത് കഴിച്ച് തീർക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒരു വലയും കൂടി അടിച്ചിട്ടാ. അത് വങ്കടയെന്ന് പറയുന്ന മീൻ കണ്ടിട്ടാണ് അതിനടിച്ചത്. വങ്കടേ അതുപോലെ ഈ കുടുക്ക തന്നെയാണെന്ന് അറിയില്ല. പക്ഷെ കറക്കി മീനടിച്ച് വന്നപ്പോഴേക്കും വല പൊക്കി കയറ്റാൻ നോക്കിയപ്പോഴേക്കും റോപ്പിന്റെ ഇടയിൽ കൂടെ മീനെല്ലാം രക്ഷപ്പെട്ട് പോയി കളഞ്ഞിട്ട് എങ്ങനെയോ അങ്ങനെ ഒരു 3 മണിക്കൂറോളം എടുത്ത് ആ വല കയറി വരാനായിട്ട്. കാരണം റിങ്ങെല്ലാം റോപ്പിന്റെ മുകളിലേക്ക് വീണ് ആകെ പണിയായി പോയി. അങ്ങനെ ഒരു 3-4 മണിക്കൂർ വെറുതെ നമ്മൾ വല വലിച്ചു കയറ്റി. അങ്ങനെ ഒരു 4 മണിക്കൂറോളം മീനൊന്നും ഇല്ലാണ്ട് വല മാത്രം വലിച്ചു കയറ്റാനായിട്ട് എടുത്തിട്ടാ. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ നേരെ തിരിച്ച് കൊച്ചിയിലേക്ക് തിരിക്കേണ്ട. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഏകദേശം സമയം 4:30-5 മണിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 7:30-8 മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തോട്ട. അപ്പൊ അത് ഡിങ്കി എല്ലാം വലിച്ച് നമ്മ ആദ്യമേ കടലിലേക്ക് വന്നു കഴിഞ്ഞപ്പോ വലിച്ചു വെച്ചല്ല, അതുപോലെ നമ്മ പോണ സമയത്തും ഇത് ഡിങ്കി വലിച്ച് നമ്മുടെ ബോട്ടിന്റെ ബാക്കിൽ കെട്ടി നിർത്തണേണ്ടി കാണുന്നത്. അപ്പൊ ഇനി കരയിൽ ചെന്നിട്ട് നമ്മുടെ മീൻ പിടിച്ച മീനുകളെല്ലാം എത്ര രൂപക്ക് പോകുന്നു നമുക്ക് നോക്കാം. വൈകുന്നേരമായപ്പോഴേക്കും കുറച്ച് കട്ടൻ ചായ കുടിച്ച്. അപ്പൊ അതിന്റെ പുറകെ കേക്കായിട്ട് നമ്മുടെ ബിനു ചേട്ടൻ വന്നിട്ടാ. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ണിയപ്പമായിട്ട് നമ്മുടെ ടിൻസൻ ചേട്ടനും വന്നിട്ടാ. നമ്മ പോകുന്ന ടൈമിൽ ഇതുവരെ വരാടിച്ചിട്ടില്ല. ഒരു 2-3 എന്തെടുത്ത് പറഞ്ഞു പാമ്പാട അല്ലെങ്കിൽ കണ്ണാടി വെച്ച നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഒപ്പം പോകുന്നവരാണ്ട. പക്ഷെ ഇത്ര നേരമായിട്ടും ഇവർക്ക് വലടിക്കാനായിട്ട് പറ്റിയിട്ടില്ല, മീനെ കണ്ടിട്ടില്ല. അപ്പൊ അതെ നമുക്ക് കിട്ടിയതിൽ കുറച്ച് കുടുക്കെടുത്തിട്ട് അവരുടെ മാലിൽ കിട്ടി നേരെ കൊടുക്കേണ്ട കറിക്ക് വേണ്ടിയിട്ട് കണ്ട. അപ്പൊ എപ്പോഴും എല്ലാവർക്കും മീൻ കിട്ടണമെന്നില്ല. ചില സമയങ്ങളിൽ ഭാഗ്യമുള്ളവർക്ക് കിട്ടുമ്പോ കുറെ കിട്ടും, ചിലവർക്ക് കിട്ടേയില്ല കേട്ടോ. ബോട്ട് ഓടിയെത്തുമ്പോ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 7:30-8 മണിയൊക്കെ ആവട്ടെ. അപ്പൊ നമ്മ എന്തായാലും ചോറ് നമ്മ ഉച്ചക്ക് വെച്ച് ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ രാത്രിയിലത്തേക്കുള്ള കറി നമ്മ ഇപ്പൊ തന്നെ റെഡിയാക്കിയാണ്. ചെയിൻ കവറും അതുപോലെ തന്നെ നമ്മുടെ കണ്ണാടി വറ്റാന്ന് പറയുന്ന മീനില്ലേ, ഇത് രണ്ടുമാണ് എടുത്തേക്കണ്. കണ്ട 3 കണ്ണാടി വറ്റിയുണ്ട്, പിന്നെ 2 ചെയിൻ കവറുണ്ട് കേട്ടോ. അപ്പൊ അത് രണ്ടും വെട്ടി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, നല്ല അടിപൊളി കറി വെക്കാനായിട്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചെയിൻ കവറിന് പല പല പേരുകളുണ്ട്. പർള മീൻ, മാഹി അങ്ങനെ പല പേരുകളുള്ള മീനാണ് ചെയിൻ കവർ. കണ്ണാടി ഒറ്റക്ക് ആ ഒരു പേര് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് അറിയില്ലട്ടാ. ചെയിൻ കവർ ഉണ്ട്. ചെയിൻ കവർ എത്ര പേർക്ക് ഇഷ്ടമാണ്. ചെയിൻ കവറിന്റെ തൊലി ഇതുപോലെ പറിച്ചെടുത്തിട്ട് വേണം നമ്മൾ കറി വെക്കാനായിട്ടുണ്ട്. കടലിൽ നിന്ന് പിടിക്കാൻ നേരത്ത് ഇതിന്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കട്ടെ. ചൂണ്ടയിൽ പിടിക്കാനായിട്ടായിരിക്കും കൂടുതലും നമുക്ക് കിട്ടാറ് ചൂണ്ടയിലാണ്. കാരണം കടലിൽ മോളിൽ കാണുന്ന മീനാണ് ഈ ചെയിൻ കവർ എന്ന് പറയുന്നത്. ഇതിനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഒരു കളർ, ചൂണ്ടയിൽ പിടിച്ച് നമ്മ കരയിലിടുമ്പോ വേറൊരു കളർ, ചത്തയുമ്പോ വേറൊരു കളർ. നമ്മുടെ ചേട്ടന്മാരുടെ മീൻ പെട്ടെന്ന് നോക്കിയിരിക്കേണ്ട. മീനൊക്കെ വെട്ടി ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി നേരെ അടുപ്പത്ത് വെച്ച് കറി റെഡി ആയിട്ടാ.
അങ്ങനെ നേരെ ചോറ് എടുക്കാനായിട്ട് എല്ലാവരും ഓടി വന്നു. കാരണം ചോറ് കുറച്ചുള്ളൂ, തീർന്നു പോയില്ലേന്ന് അറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓടി വന്നു എല്ലാവരും. വേഗം കൊടുത്തു, അല്ലെങ്കിൽ ചോറ് ചിലപ്പോൾ തീർന്നു പോട്ടാന്ന് പറഞ്ഞു. കറി ഉണ്ടാവും. പ്ലേറ്റ് എല്ലാം എടുത്ത് എല്ലാവരും അടുക്കളയുടെ മുമ്പിൽ ചോറ് വാങ്ങാനായിട്ട് നിൽക്കണേനി കാണാം. കിട്ടിയവര് മാറി മാറി ഓരോരോ സ്ഥലങ്ങളിലായിട്ടിരുന്ന് കഴിച്ചോണ്ടിരിക്കേണ്ട. എന്താ പറയാ, ക്ലൈമറ്റ് ഉണ്ടല്ലോ, ആ സൺസെറ്റ് കാണാനായിട്ടുണ്ടല്ലോ വേറെ ലെവലായിരുന്നു കേട്ടോ. നല്ല കിടിലൻ സൺസെറ്റ് ആയിരുന്നു. കണ്ണാടി വറ്റയും അതുപോലെ ചെയിൻ കവറും എല്ലാം മിക്സ് ചെയ്താണ്ട് നമുക്ക് തന്നേക്കണ്. ഒരു മീൻ മാത്രം എല്ലാവർക്കും കൊടുത്തേക്കണ്. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്ത് തരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ എത്തും. അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെയാണ് തന്നേക്കണത്. നമുക്കൊന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്തായാലും കണ്ണാടി വറ്റ നല്ല നെയ്യ് ഉണ്ടാവും മീന്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുറച്ച് ചോറ് ഇങ്ങനെ എടുത്തിട്ട് നോക്കിയേ, അടിപൊളി. ആഹാ, സൂപ്പർ ടേസ്റ്റ്, നല്ല അടിപ്പം മീൻ കറി. ഇരുട്ടായി വരും തോറും ആകാശത്തിലെ കളർ ഗ്രേഡിങ് ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരുന്നിട്ടാ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബോട്ടുകളും നമ്മുടെ ഒപ്പം തന്നെ ഇപ്പൊ പോന്നിട്ടുണ്ട് തിരിച്ച് ഹാർബറിലേക്ക്. കാരണം ചരക്ക് കൊടുക്കാനുള്ള ആ ഒരു രീതിയിൽ 12 മണി വരെ തോപ്പുംപടി ഹാർബറിൽ ഈ പേഴ്സിൻ ബോട്ടുകളുടെ കച്ചവടം ഉണ്ട്. 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ചരക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനത്തെ ഈ ബോട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഈ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ പിടിച്ച മീനുകളെല്ലാം നേരെ മുന്നിലത്തെ ഡെക്കിലേക്ക് ഇറക്കി വെക്കോട്ടെ. കാരണം അവിടെ ചെല്ലുമ്പോഴേക്കും നേരെ ലേലക്കാർ വരും. നേരെ ലേലം വിളിക്കുക, പരിപാടി കഴിയുക, മീൻ ഇറക്കുക, അത്ര ഉള്ളൂ കേട്ടോ. അപ്പൊ അതെ, പിടിച്ച മീനുകളെല്ലാം നമ്മ നേരെ ഡക്കിലേക്ക് ഇറക്കിയാണ്. പേഴ്സിൻ ബോട്ടിലും അതുപോലെ ലൈലൻഡ് വെള്ളത്തിലൊക്കെ ഏറ്റവും മുന്നിൽ തന്നെ ഒരു ചെറിയ ഏണി ഉണ്ടാവും. അതും ഒരു കസേര ഉണ്ടാവും. ആ ഏണി പിടിച്ച് കയറുമ്പോൾ അത് ആര്യക്കാരന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, മീനെ നോക്കാൻ വേണ്ടിയിട്ട്. ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കയറിയിരുന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല വ്യൂ ആണ് ഇങ്ങനെ കാണാനായിട്ട്. എന്താ ഭംഗിയെന്ന് അറിയോ, ബോട്ട് ഓടിപ്പോണത് കാണാനും അതുപോലെ തന്നെ മുന്നിലുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. ഓടി നമ്മുടെ അഴി എത്തിയിട്ടാ. അപ്പൊ ഇനി ഏകദേശം ഒരു കുറച്ച് ദൂരം കൂടി 1/4 മണിക്കൂറും കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാർബർ എത്തും തോക്കുംപടി. അപ്പൊ അതെ, മീനെല്ലാം ഇറക്കി ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറക്കി കഴിഞ്ഞിട്ടില്ല കേട്ടാ. അങ്ങനെ അതെ, നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ വള്ളക്കാരും ഓടിപ്പോണ്ടായി. വള്ളക്കാരുടെ കച്ചവടം തന്നെ കാളമുക്ക് ഹാർബറിലാണ്. തോക്കുംപടി ഹാർബറിലല്ല വള്ളക്കാരുടെ കച്ചവടം. വള്ളക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലൈലൻഡ് വെള്ളത്തിന്റെ. അങ്ങനെ നമ്മൾ അഴി കയറാൻ തുടങ്ങുമ്പോഴേക്കും അഴിന്ന് ഒരു കപ്പൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലക്ഷദ്വീപിലേക്കുള്ള കവരത്തി എന്ന് പറയുന്ന ഷിപ്പാണ്. അപ്പൊ അതിലെ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടപ്പോഴേക്കും ഒരു ഹോൺ അങ്ങോട്ട് അടിച്ചിട്ടാ. ചുമ്മാ പറഞ്ഞാണ്ട ഇഷ്ടം പോലെ ബോട്ടുകളും വള്ളങ്ങളൊക്കെ ഓടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ പുള്ളിക്കാരൻ ഫോൺ അടിച്ച് ഒരു സിഗ്നൽ കൊടുത്താണെന്ന് തോന്നുന്നുണ്ട്. കണ്ട, അങ്ങനെ അതെ നമ്മൾ അഴി കയറിയട്ടാ. അഴി കയറി കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് ഓടാനുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ ഹാർബർ എത്തോളൂ. ഹാർബറിലേക്ക് വന്ന് ആദ്യം തന്നെ നമ്മുടെ ഡിങ്കി കൊണ്ടുപോയിട്ട് ഒരു സൈഡിലേക്ക് ആക്കി. അതിനുശേഷം ബോട്ട് നേരെ വളച്ച് ഹാർബറിൽ കൊണ്ടുപോയി അടുപ്പിക്കേണ്ട. പിന്നെ നേരെ നമ്മുടെ ലേലക്കാര് ചേട്ടന്മാര് വന്ന് ബോട്ടിന്റെ അങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായ മീനെല്ലാം കൊടുത്ത് 2.80 3 ലക്ഷം രൂപയുടെ പണിയോളം ഉണ്ടായിരുന്നു. 5 രൂപ പ്രതീക്ഷയാണ് വന്നത്. പക്ഷെ എന്തോ വില നമുക്ക് അത്രയും കിട്ടിയില്ല. തൊട്ടപ്പുറം തന്നെ വേറെ ബോട്ടുകൾ വങ്കടയായിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. ബോട്ട് കൊണ്ടുവന്ന് കെട്ടി ലേലം വിളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണത് നമ്മുടെ സഹായിമാരായിരിക്കും. ഓരോ ബോട്ടിലും സഹായിമാരുണ്ടാവും. പണിക്കാര് കടലിൽ നിന്ന് ബോട്ട് കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സഹായിമാര് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കടവിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം പോകാനുള്ള രീതിയിൽ ബോട്ട് കെട്ടിക്കോളും. അങ്ങനെ നമ്മുടെ പേഴ്സിൻ ബോട്ടിലെ മീൻപിടുത്തം നമ്മൾ ഒരുമിച്ച് എല്ലാവരും കടലിൽ പോയി വീഡിയോ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.